ഒന്നും കിട്ടില്ല. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് അങ്ങോട്ട് പ്രാഗി. പണ്ടാരം പിടിച്ചവൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. കാരണം ഞാനങ്ങനെ പ്രാകാത്തതാണ്. പക്ഷേ എനിക്കിന്ന് സത്യം പറഞ്ഞാൽ പ്രാക്കാണ് വന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചക്ക പുഴുക്കുണ്ടാക്കി തിന്നാൻ, വറക്കുക, കറി വയ്ക്കുക, എന്തൊക്കെ ചെയ്യുക. ബ്രൂണോനെ ഞാൻ അവിടെ ഈ ചക്കയ്ക്ക് കാവലിന് വേണ്ടിയിട്ട് അവിടെ കിടത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവന് ചൂട് കാരണം കൊണ്ട് അവന് ഒരു ബെഞ്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ കിടത്തിയത്. ചൂടത്ത് അവന് വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, ചൂട് കാരണം കൊണ്ട് കിതപ്പാ കൂടുതലാണ്. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തി. പക്ഷേ അവൻ സുഖമായിട്ട് ആ തണുപ്പിൽ സുഖമായി കിടന്നുറങ്ങി. ഇതാ മലയണ്ണാൻ ഇരുന്ന് എല്ലാ ചക്കയിലും കടിച്ചു. 4-5 ചക്കയിൽ വെറുതെ കടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ പിന്നെ നമ്മളാരും അത് ഇട്ടിട്ട് തിന്നൂലല്ലോ. അയ്യോ എന്തൊരു കഷ്ടമാണേ. ഒന്നും കിട്ടില്ല ഈ കരിങ്കുരങ്ങ് കാരണം കൊണ്ട്. അങ്ങനെയൊക്കെ തന്നെ എനിക്ക് വിളിക്കാൻ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടില്ല. തേങ്ങയും കിട്ടണില്ല, ചക്കയും കിട്ടണില്ല, ഒന്നും ഒരു വസ്തുവും കിട്ടണില്ല. അങ്ങനെ ഇതൊക്കെ എവിടെ നിന്ന് വന്ന് കൂടണമെന്ന് എനിക്കറിയില്ല. കുറേ എണ്ണ ഉണ്ട് കേട്ടോ. എത്ര എണ്ണാന്നറിയോ? ഇങ്ങനെ നേരം കൊണ്ട് വിളിക്കുമ്പോൾ വരിക, കരിക്ക് വെള്ളം കുടിക്കുക, നമ്മൾ മൂഞ്ചി കൊണ്ട് നടക്കുക. നമുക്ക് കരിക്കുമില്ല, ചക്കയില്ല, മാങ്ങയില്ല, ഒന്നുമില്ല. മാങ്ങ ഫുള്ളും പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതാ രാവിലത്തെ ഇതും പറിച്ചുകൊണ്ട് പോയി. ഇവർക്ക് നമ്മൾ കാട്ടിൽ കയറുന്നില്ലല്ലോ. നമ്മൾ ഇപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളും നമുക്ക് തിന്നാൻ കിട്ടില്ല. അതാണ് അവസ്ഥ. ഇതാണ്ടോ ബ്രൂണോ സുഖമായി കിടന്നുറങ്ങുകയാണ്. ആടിന് ഞാൻ ഇല വെട്ടിയിട്ട് കൊടുത്താട്ടോ. അവരിപ്പോൾ എന്ത് ചെയ്യാനാ? മേലെന്ന് വീഴുന്ന കുരു ഇവിടെ നിന്ന് തിന്നും, താഴെ നിന്ന് തിന്നുകയാണ്. അതാണിപ്പോൾ പരിപാടി. എന്നിട്ട് ഞാൻ പതുക്കെ ഇവനെ വിളിക്കാൻ വേണ്ടി വന്നതാട്ടോ. ഇവനൊരു ലോകം അറിയണില്ല. ഞാൻ അടുത്ത് ചെന്നിട്ട് തന്നെ അവനെ അറിയണില്ല, പാവം. പിന്നെ എന്ത് ചെയ്യാനാ? അവനെ കുളിപ്പിച്ച് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവൻ ഈ കാല് പൊന്തിച്ച് വഴിയിലേക്ക് കാണിക്കില്ല എന്നെ അവൻ്റെ പണി. പാവം ഉഷ്ണിച്ചിട്ടാണേ. അപ്പോൾ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു കുറച്ച് നേരം. ഞാൻ എന്നിട്ട് പോയി വന്നതിൻ്റെ ആ ഒരു ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ എന്നെ കാണുമ്പോഴത്തേക്ക് അവൻ വാലൊക്കെ കാട്ടി അവൻ കിണുങ്ങണതാ. ഇന്നലെയൊന്നും ഒരു ഭക്ഷണം എൻ്റെ ബൂണ് കഴിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആടിനെ കറന്നിട്ട് അവന് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാൻ കൊടുക്കണം എന്ന് വിചാരിച്ചു. പാവട്ടോ എൻ്റെ ബൂണ് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. എൻ്റെ ബൂണും ഇല്ലെങ്കിൽ എൻ്റെ ബൂണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവനാണേ. എൻ്റെ ചെക്കൻ അത്രയ്ക്ക് അടിപൊളിയാണ്. പക്ഷേ അവൻ ബണ്ണീനെ പോലെ അല്ല കേട്ടോ. ബണ്ണീനെ പറയാതിരിക്കാൻ വയ്യ. ബണ്ണി എന്ന് പറഞ്ഞാൽ വീടിന് ഫുള്ള് കാവലാണ്. ഇവൻ അങ്ങനെയല്ല കേട്ടോ. ഇവൻ കാവലാണ്. ഭയങ്കര സ്നേഹമാണ് ഇവന്, ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് ഇവൻ ഇങ്ങനെ കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വെള്ളച്ചീനെ പോയി പിടിച്ച് കറന്നപ്പോൾ കുറച്ച് പാലേ കിട്ടുള്ളൂ കേട്ടോ. ബൂബുവിനും കൊടുക്കണ്ടേ. ബൂബുവും ഭക്ഷണം കഴിക്കില്ല, ചൂടായിട്ടാണ് തോന്നുന്നു. ചോറൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ചൂട് കാരണം കൊണ്ട് ഞാൻ മീൻ അത്ര വാങ്ങിക്കാറില്ല. ഉണക്ക മീൻ തന്നെ കൊടുക്കണം കേട്ടോ. മീനില്ലെങ്കിൽ ഇവർ ചോറ് തിന്നില്ല. ആ മത്തിക്കൊക്കെ എന്താ വില? 200 രൂപയാണ് മത്തിയുടെ വില. ആരും വാങ്ങിക്കാൻ. പിന്നെ വെള്ളച്ചി ഇഷ്ടം പോലെ പാല് തരുന്നുണ്ട്. ഇവിടുത്തെ പൂച്ചയ്ക്കും പട്ടിക്കും എൻ്റെ കെട്ടിയവനും ഒക്കെ എല്ലാവർക്കും സുഖമാണ്. ഇത്രയും പാലൊന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടൊന്നും ഇവർക്ക് ഇങ്ങനെ കുടിക്കാൻ കൊടുക്കാനൊന്നും സാധ്യമല്ല. പക്ഷേ വെള്ളച്ചി പാവം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് വെള്ളച്ചീനെ എനിക്ക് തന്നത് കാരണം കൊണ്ട് വെള്ളച്ചീനെ എപ്പോൾ പോയി കറന്നിട്ടിട്ട് ഇത്തിരി പാല് തടി പറഞ്ഞാൽ അവൾ പാല് തരും. അവൾ അങ്ങനെയാണ്. അവൾ തൊടിയിലൊക്കെ നിൽക്കുകയാണെങ്കിലും അമ്മത്തിരി പാല് ചേർക്കട്ടെ പറഞ്ഞാൽ വേഗം കാണിക്കും പാല് ചേർക്കും. അപ്പോൾ ഇന്ന് ബൂണും ഇങ്ങനെ കിടക്കണുണ്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇത്തിരി പാല് തടി പറഞ്ഞു ഞാൻ ഒരു അടുക്ക് പാത്രത്തിൽ 2 ഗ്ലാസ് പാലൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അത് കറന്നു. ഞാൻ തൊടിയിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി കറന്ന് ഞാൻ ഇവന് കൊടുത്തു. ഇവൻ അതും കുടിച്ച് ഇനിയിപ്പോൾ കിടന്നിങ്ങനെ സുഖമായി കിടന്നുറങ്ങും. അതാണ് അവൻ്റെ പണി കേട്ടോ. എന്ത് ചെയ്യാനാ? ഇവർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാട്. സത്യം പറഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവമേ മാറി. ഒരു മഴ നനഞ്ഞ് നല്ലോണം പെയ്യണം. എൻ്റെ കവുങ്ങൊക്കെ ഉണങ്ങി തുടങ്ങി, എല്ലാതും ഉണങ്ങി. കുഴിയത്തെ വെള്ളവും പറ്റി. നാളെ ഞാൻ നിങ്ങൾക്ക് കുഴിയത്തെ വെള്ളം കാണിച്ചു തരാം. കുഴിയത്തെ വെള്ളവും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും ഭഗവാനെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ ബൂണ് കണ്ട ആ പാല് മുഴുവനും കുടിച്ച് തീർത്തു. ഇത്ര നേരം ഞാൻ ഭക്ഷണം കൊടുത്തിട്ടൊന്നും അവൻ ഒരു ശകലം പോലും കഴിച്ചിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഇരുന്നായിരുന്നു. ഇനി ഇവന് വെയ്യാണ്ടായി കഴിഞ്ഞാൽ ഞാനാകെ തകർന്നു പോകും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഇവൻ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടുമ്പം എല്ലാത്തിനും കൂടുന്നൊരു പാവം പൂണുപണി. എന്നിട്ട് ഞാൻ അവന് പാല് കൊടുത്തിട്ട് കുടിക്കടാ പറഞ്ഞു. എന്നിട്ട് അവൻ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പുല്ലരിഞ്ഞ് വന്നതാണ്. പുല്ലരിഞ്ഞ് വന്നിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നത്. പുറത്ത് പോയിട്ട് സോഴ്സ് വർക്ക് ഉണ്ടായിരുന്നു. അതിന് പോയി വന്ന് അപ്പോഴാണ് ബൂണും ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് കഥ കഞ്ഞി വെച്ചു. പാവലേൻ്റെ ബൂണും പാല് മുഴുവൻ കുടിച്ചു കഴിഞ്ഞു. അവന് ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഇനിയിപ്പോൾ അവൻ സുഖമായിട്ട് ഇനി അവിടെ തന്നെ കിടന്നുറങ്ങും. വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കണ ഇഷ്ടമില്ല. എന്നാലും കണ്ണുമൊക്കെ കണ്ടില്ലേ, വാടി കൊലഞ്ഞ് കൂത്താടിയിട്ട് നിൽക്കണത് ബൂണു.
എല്ലാ പട്ടികൾക്കും തന്നെ ആയിരിക്കും അവസ്ഥ ഈ നാട്ടിലത്തെ. എല്ലാവർക്കും ഇത്തിരീശ വെള്ളം വീടിൻ്റെ 4 പുറമൊക്കെ വെക്കുക നമ്മൾ. അപ്പോൾ അവർക്ക് കുടിക്കാമല്ലോ. കിളികളായാലും എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം 4 പുറം വീടിൻ്റെ ഉള്ളിൽ വെക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ.